ഇവർക്ക് ഫുഡ് കഴിക്കാൻ ടൈമായി കഴിഞ്ഞാൽ കിച്ചണിൽ എന്തെങ്കിലും ഒരു പാത്രത്തിന് ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഇന്ന് ഇവർക്ക് കൊടുക്കുന്നത് ഈ ഒരു ഗോൾഡിൻ്റെ ബൂസ്റ്റർ കേട്ടോ. ഇപ്പം അധികം ഓരോ ദിവസം ഇടവിട്ട് മാറ്റി പിടിച്ചിട്ട് ഞാൻ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാറുള്ളത് കേട്ടോ. ഇവരുടെ ഫുഡും കാര്യങ്ങളും സെപ്പറേറ്റ് ഒരു ഭാഗത്ത് തന്നെ ഞാൻ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ അങ്ങോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. താഴെ ഇരിക്കുന്ന ആളുകൾക്ക് ക്ഷമയൊന്നുമില്ല, എന്നാലും ചൂടോടെ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. നേരെ അതങ്ങോട്ട് തണുപ്പിക്കാൻ ടേബിൾ മിക്ക് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഹോളിൽ വന്നിരുന്നു കേട്ടോ. ഒരു നിവൃത്തിയില്ലാതെ എൻ്റെ കൂടെ തന്നെ ചൂടാറുന്നതും കാത്തിരിക്കായിരുന്നു ശങ്കരി. അവസാനം ചൂടാറിയതിന് ശേഷം രണ്ടാൾക്ക് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. ഇതാണ് ഒരുമിച്ച് കൊടുത്താലുള്ള അവസ്ഥ. കുടിച്ച് കഴിഞ്ഞിട്ടുള്ള ക്ഷീണം മാറ്റലാട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇവൾ കുടിച്ച് വന്നതാണ്, പക്ഷേ ശങ്കരൻ അവിടെ നിന്ന് വരാത്തത് കണ്ടപ്പോൾ വീണ്ടും അവൾക്കൊരു ഡൗട്ട്, അവൻ ഇനിയും കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ശങ്കരൻ ശരിക്കും ആ പാത്രത്തുമുള്ള പരിപാടി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ ധാരണ അതിൽ ഇനിയും ഓട്ടോമാറ്റിക്കായിട്ട് ഭക്ഷണം വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവളിവിടെ ഇരിക്കെങ്കിലും ഇവൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അവൻ കളിക്കുമ്പോൾ അതിൽ ഭക്ഷണം ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഒന്നും നോക്കില്ല, പാത്രം അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഒന്ന് ഫ്രീ ആയി വിട്ടപ്പോഴേക്ക് ഭയങ്കര ഒച്ചപ്പാട് കേട്ട് അകത്തേക്ക് വന്നപ്പോൾ ഇതാ അവസ്ഥ. റൂമിൽ അറിയാതെ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടായിരുന്നു, പിന്നെ അതുമ്മിലായിരുന്നു കേട്ടോ പരിപാടി. ഞാൻ പിന്നെ വിചാരിച്ച കുറച്ച് സമയം അങ്ങോട്ട് കളിക്കട്ടെ എന്ന്. ശങ്കരി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഇവിടെ നിന്നൊന്നും കിട്ടില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അവൻ്റെ കൂടെ കളിക്കാൻ അങ്ങോട്ട് പോയിട്ടോ. ചില സമയത്ത് നല്ല രസം അവിടെ കാട്ടിക്കൂട്ടിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭൂമിയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാവുന്നുള്ളൂ. ഞാൻ അങ്ങോട്ട് അവരെ ലോകത്തേക്ക് വിട്ടു കേട്ടോ. അതിനുശേഷം നേരെ ഞാൻ കിച്ചണിൽ വന്നു. കുഞ്ഞൂസിൻ്റെയും മേട്ടുവിൻ്റെയും ഫിഷും മീനും ബീഫൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുണ്ട്. അപ്പം അതിനങ്ങോട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ബാക്കിലേക്ക് നോക്കിയപ്പോൾ ശങ്കരൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നെന്താ അറിയില്ല, ഭയങ്കര കാമാ കേട്ടോ. ശങ്കരി നേരെ ഓപ്പോസിറ്റും. ഇതിനിടയിൽ നമ്മളെ കുഞ്ഞൂസ് വന്നിട്ട് ശങ്കരനെ തരയുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ശങ്കരൻ അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് അടുപ്പിക്കലൊന്നുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ശങ്കരൻ അവളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞൂസ് എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ആ കുശുംബിപ്പാറും എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. കുഞ്ഞൂസ് സത്യം പറയാലോ ഇവരെ രണ്ടാളെ ഇടയിൽ പെട്ട അവസ്ഥയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോയിട്ടുണ്ട് കുഞ്ഞൂസ് ഓടുന്നത് കണ്ടാൽ. ശങ്കരൻ തീരെ ഇവളതൊക്കെ സമ്മതിക്കുന്നില്ല. ശങ്കരൻ വല്ലാണ്ട് കടിക്കുമ്പോൾ വെറും മുരളെന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പാവം അവസാനം പേടിച്ച് അവളെ കൂട്ടിപ്പോയി. പണ്ട് അവളെ കൂടെ അതായിരുന്നേ. അവൾ അവിടെ നിന്ന് പോരുമ്പോഴേക്ക് ശങ്കരൻ പിന്നാലും വരാം. അവസാനം ഞാനൊരു ചൂരൽ കാണിച്ചു കേട്ടോ. ഇത് പണ്ടേ ഞാൻ കുഞ്ഞൂസിന് വീണ്ടും വാങ്ങിച്ച ചൂരലാട്ടോ. അവനൊന്ന് മാറിയപ്പോഴേക്ക് കുഞ്ഞൂസ് വീണ്ടും അതിൻ്റെ ഉള്ളിൽ പോയിട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സമയം ഞാൻ ശങ്കരനെ കൂട്ടിലിടാൻ പോകട്ടോ. കാരണം കുഞ്ഞൂസിന് അത്രത്തോളം ബുദ്ധിമുട്ട് ശങ്കരൻ ഉണ്ടാക്കുന്നുണ്ട്. ശങ്കരി എന്ത് ചെയ്താലും അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് ഇവൾ കാണിക്കുന്നതും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരെ പോയി അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജ് അങ്ങോട്ട് അടക്കലും ഇതാ കിടക്കുന്ന താഴെ. എനിക്കുള്ളത് ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കാനാ. ആ കുഞ്ഞു വയറ് കണ്ടില്ലേ, അത് വയറൊന്നുമില്ല കേട്ടോ, അവൾ വയറ് കഴിച്ചതാ. ഇടയ്ക്കൊരു മോശം വന്ന സമയത്ത് ആ വയറങ്ങോട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ശ്രദ്ധിച്ചിട്ടൊക്കെ കേട്ടോ ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുക്കണത്. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ശങ്കരി കുഞ്ഞൂസിൻ്റെ കുഞ്ഞാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഡൗട്ട് അടിച്ചതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇവർ മൂന്നാളും ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അധികം വൈകാതെ മേട്ടൂനെയും കൂടി ഈ കൂട്ടത്തിലിടണം. അപ്പോൾ അപ്പുറത്ത് ഫുട്ബോൾ നടക്കുന്ന മൂഡ് സ്വിങ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വല്ലാതെ അങ്ങോട്ട് അടുപ്പിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് രണ്ടുപേരും കിച്ചണിലാട്ടെ കിടക്കണത്. കുഞ്ഞൂസ് ഒന്ന് ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ശങ്കരനെയും ശങ്കരിയൊക്കെ പോയി നോക്കി വന്ന് അവർ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു.